നമസ്കാരം. പ്രധാന വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് തർക്കിച്ച പൊർത്തുശ്ശേരി സ്വദേശിയായ വയോധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് ബിജെപി പൊർത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. മുരിയാടിന്റെ സ്വപ്ന പദ്ധതി പൊതുമ്പ് ചിറയോരം യാഥാർത്ഥ്യത്തിലേക്ക്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച പണം എന്ന് ലഭിക്കുമെന്ന് ചോദിച്ച് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് തർക്കിച്ച പൊർത്തുശ്ശേരി സ്വദേശിയായ വയോധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു. തനിക്ക് ആവശ്യമായ പണം കരുവന്നൂർ ബാങ്കിൽ നിന്നും ലഭിച്ചതായും പൊർത്തുശ്ശേരി കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിയെ കണ്ടതിന് പകരം ബാങ്ക് അധികൃതരെ കണ്ടാൽ മതിയായിരുന്നുവെന്നും ആനന്ദവല്ലി മാധ്യമങ്ങളോട് പറഞ്ഞു. മരുന്ന് വാങ്ങുന്നതിനാവശ്യമായ പണം ആവശ്യപ്പെട്ടാണ് ആനന്ദവല്ലി ബാങ്കിൽ അപേക്ഷ നൽകിയത്. ഇനിയും ആവശ്യപ്പെടുന്നതിനനുസരിച്ച് പണം നൽകാമെന്ന് ബാങ്ക് അധികൃതർ അറിയിച്ചതായും ആനന്ദവല്ലി പറഞ്ഞു. ആനന്ദവല്ലിയുടെ പ്രശ്നം ബാങ്ക് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിഹാരമുണ്ടായതെന്ന് CPIM പൊർത്തുശ്ശേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി RL ജീവൻലാൽ പറഞ്ഞു. പൊർത്തുശ്ശേരി കണ്ടാരന്തറ മൈതാനത്ത് കലിംഗ് സംവാദത്തിന് എത്തിയ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ച തുക എന്ന് ലഭിക്കുമെന്ന് ആനന്ദവല്ലി ചോദിച്ചിരുന്നു. എന്നാൽ ED പിടിച്ചെടുത്ത വസ്തുക്കൾ നൽകുന്നത് സ്വീകരിച്ച് നിക്ഷേപകർക്ക് തിരികെ നൽകാൻ മുഖ്യമന്ത്രിയോട് പോയി പറയണമെന്ന മറുപടിയായിരുന്നു സുരേഷ് ഗോപിയിൽ നിന്നും ഉണ്ടായത്. തുടർന്ന് നടത്തിയ പരാമർശങ്ങളും തനിക്ക് മനപ്രയാസം ഉണ്ടാക്കിയതായി പിന്നീട് മാധ്യമങ്ങളോട് ആനന്ദവല്ലി പറഞ്ഞിരുന്നു. സന്തോഷമായിട്ട് കാശ് കിട്ടിയല്ല സന്തോഷം ചിരിക്കുന്നു. കണ്ടാരന്തറയിൽ പോയി സുരേഷ് ഗോപിനെ കണ്ട നേരത്ത് എനിക്ക് ബാങ്കിന്റെ ആളുകളെ കണ്ടിരുന്നെങ്കിൽ ഈ കാശ് പണ്ടേ കിട്ടിയനായിരുന്നു. ബാങ്കിന്റെ ആളുകളെ കണ്ടു, എനിക്ക് കാശ് കിട്ടി, വളരെ സന്തോഷമായി. മരുന്ന് മേടിക്കാൻ കാശായി. ഇനി ആവശ്യമുള്ളപ്പോഴത്തേക്ക് അവരെ കണ്ടാൽ മതിയെന്ന് പറഞ്ഞു. ആനന്ദവല്ലി ചേച്ചിയുടെ വിഷയം ബാങ്കിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെയും ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ശ്രദ്ധയിൽപ്പെട്ട മുറയ്ക്ക് ന്യായമായ പരിഹാരം കണ്ടതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിലെ സന്തോഷം അവരും പങ്കുവച്ചതായി, ആനന്ദവല്ലി ചേച്ചിയും പങ്കുവച്ചതായി വാർത്തകളിലൂടെ അറിയാൻ സാധിച്ചു. അതേസമയം പ്രായമായ മനുഷ്യരോട് പൊതുസമൂഹത്തിൽ മാന്യമായി ഇടപെടാൻ കേന്ദ്രമന്ത്രിയും MP-യുമായ സുരേഷ് ഗോപി പഠിക്കണം. തുടർച്ചയായി പ്രായമായ മനുഷ്യരെയും ആളുകളെയും എല്ലാം പൊതുസമൂഹത്തിൽ അപഹസിച്ചുകൊണ്ട് കൂടെയിരിക്കുന്ന BJP പ്രവർത്തകരുടെ കയ്യടി നേടാൻ വേണ്ടി തോന്നിവാസം പറയുന്ന നില തുടരുകയാണ്. ആ നിലയിൽ നിന്ന് മാറി ജനാധിപത്യ മര്യാദയോടുകൂടി ജനാധിപത്യ സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ പെരുമാറാൻ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണം. കരുവന്നൂരിലെ സഹകാരികളുടെ നഷ്ടപ്പെട്ട തുക എത്രയും വേഗം തിരിച്ചു നൽകുക, ED കണ്ടുകെട്ടിയ സ്വത്തുവകകൾ സർക്കാർ ഏറ്റെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് BJP പൊർത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് BJP തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി KP ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് സൂരജ് കടുങ്ങാടൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ BJP മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്, മുനിസിപ്പൽ കൌൺസിലർമാരായ ഷാജുട്ടൻ, വിജയകുമാരി അനിലൻ, മായ അജയൻ, സരിത സുഭാഷ് എന്നിവർ പ്രസംഗിച്ചു. ഈ ഇരിങ്ങാലക്കുടയില് കലിംഗ് സൗഹൃദ സഭയില് ആനന്ദവല്ലി ചേച്ചി വന്നിട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? കരുവന്നൂര് സഹകരണ ബാങ്കിൽ ഇട്ടിട്ടുള്ള എന്റെ പണം തിരിച്ചു തരണം, എന്റെ പണം തിരിച്ചു തരണം എന്ന് പറഞ്ഞപ്പോ അതിന് മറുപടിയായി നമ്മുടെ സുരേഷ് ഗോപി പറഞ്ഞത് അത് ED പിടിച്ചെടുത്തിട്ടുണ്ട്, അത് പിണറായി വിജയൻ അത് മേടിച്ച് അത് കരുവന്നൂർ സഹകരണ ബാങ്കില് ആ നിക്ഷേപകർക്ക് വീതിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. അത് കേട്ടപാട് ഇവിടുത്തെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ആനന്ദവല്ലി ചേച്ചിയുടെ വീട്ടിൽ പോയി അവർക്ക് പണം തരാമെന്ന് പറഞ്ഞു. അപ്പൊ സുരേഷ് ഗോപി ഇടപെട്ട ഈ 3 കേസുകൾ പെട്ടെന്ന് കുറേശ്ശെയാണെങ്കിലും കൊടുക്കാനായിട്ട് ഇടതുപക്ഷം തയ്യാറായി എന്നുള്ളത് നമുക്ക് കൈയടിച്ച് സമാധാനിക്കാം. അതാണ് സംഭവം. നമുക്കറിയാം. എന്നാൽ 10,000 രൂപയാണ് കൊടുക്കാൻ തയ്യാറായത് അവർക്ക് മരുന്ന് വാങ്ങാനായിട്ട്. 1 ലക്ഷം
185,000 അല്ലെ 1,85,000 രൂപ ആനന്ദവല്ലി ചേച്ചി കൊടുത്തതായിട്ട് ആ ബാങ്കിലുണ്ട്. നാളിതുവരെയായിട്ട് അവർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പോലും 1000 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. 1000 രൂപ കൊടുക്കാൻ തയ്യാറായിട്ടില്ല. ഈ വിഷയം വിവാദമായപ്പോ സുരേഷ് ഗോപിയുടെ കലുങ്ക് സൗഹൃദ സഭയിൽ വന്ന് വിവരം പറഞ്ഞപ്പോ ആ വിവരം പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ആനന്ദവല്ലി ചേച്ചിയെ വിളിച്ചു വരുത്തിക്കൊണ്ട് 10,000 രൂപ ഇന്ന് കൊടുത്തിരിക്കുന്നു. ആ 10,000 രൂപ കിട്ടിയത് മരുന്ന് മേടിക്കാൻ ആശ്വാസമായല്ലോ. അത് സുരേഷ് ഗോപി മുഖേന നടന്നുവല്ലോ. അതൊരു വലിയ ആശ്വാസം. മുരിയാടിന്റെ സ്വപ്ന പദ്ധതി പൊതുമ്പ് ചിറയോരം യാഥാർത്ഥ്യത്തിലേക്ക്. ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പ്രഥമ ടൂറിസം പദ്ധതിയാണ് മുരിയാട് പഞ്ചായത്തിലെ പുല്ലൂർ പൊതുമ്പ് ചിറയോരം ടൂറിസം പദ്ധതിയെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 2022-23 സാങ്കേതിക അനുമതി ലഭിച്ച പദ്ധതിക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തുക അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്തിന്റെ 3ാം 100 ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി 2024 ഡിസംബർ 2-നാണ് പദ്ധതിയുടെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചത്. ലൈറ്റിംഗ്, ക്യാമറ, സിറ്റിംഗ് പ്ലേസസ്, വ്യൂ പോയിന്റ്, കോഫി ഷോപ്പ്, ഹാപ്പിനെസ് പാർക്ക്, കനോപ്പി, ടോയ്ലറ്റ് സൗകര്യം, ബ്യൂട്ടിഫിക്കേഷൻ എന്നിവ ഉൾക്കൊള്ളുന്ന 1ാം ഘട്ടം 2025 സെപ്റ്റംബർ മാസത്തിലും ഫൗണ്ടൻ, ഓപ്പൺ ജിം എന്നിവ ഉൾക്കൊള്ളുന്ന 2ാം ഘട്ടം 2025 നവംബർ മാസത്തിലും ബോട്ടിംഗും പാർക്കും 3ാം ഘട്ടം എന്ന നിലയിൽ 2026 മാർച്ചിലും പൂർത്തിയാക്കുവാനാണ് ലക്ഷ്യമിട്ടത്. എന്നാൽ പ്രതീക്ഷിച്ച സമയത്തിന് മുൻപേ തന്നെ 1ഉം 2ഉം ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുകയാണെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റിലപ്പള്ളി പറഞ്ഞു. ടൂറിസം വകുപ്പിന്റെ 50 ലക്ഷം രൂപയും ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന്റെ പ്രാദേശിക വികസന നിധിയിൽ നിന്നും 25 ലക്ഷം രൂപയും മുരിയാട് ഗ്രാമപഞ്ചായത്തിന്റെ 21 ലക്ഷം രൂപയും സംയോജിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സെപ്റ്റംബർ 22-ന് തിങ്കളാഴ്ച വൈകിട്ട് 5-ന് ചേരുന്ന ചടങ്ങിൽ 1ഉം 2ഉം ഘട്ടത്തിന്റെ ഉദ്ഘാടനം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു നിർവഹിക്കും. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KP പ്രശാന്ത്, KU വിജയൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഖിത അനൂപ്, സേവ്യർ ആളുകാരൻ, തോമസ് തൊകലത്ത്, റോസ്മി ജയേഷ്, മണി സജിയൻ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി M ശാലിനി എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. പഞ്ചായത്തിന്റെ ഈ 2020-25 ഭരണസമിതിയുടെ സ്വപ്ന പദ്ധതിയായ പൊതുമ്പുചിറ ടൂറിസം പദ്ധതി അത് നാടിന് സമർപ്പിക്കുകയാണ്. കേരള സംസ്ഥാന ടൂറിസം വകുപ്പിൻ്റെ ഡെസ്റ്റിനേഷൻ ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തി തൃശ്ശൂർ ജില്ലയിൽ ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ച 2 പഞ്ചായത്തുകളിൽ ഒന്ന് മുരിയാട് ഗ്രാമപഞ്ചായത്താണ്. 2026 മാർച്ച് മാസത്തിൽ പൂർത്തിയാക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള 3 ഘട്ടങ്ങളിലുള്ള പദ്ധതികളാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തത്. 3ാം 100 ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തി 2024 ഡിസംബർ മാസം 2-ാം തീയതിയാണ് നമ്മൾ പദ്ധതി നിർമ്മാണ ഉദ്ഘാടനം ബിന്ദു ടീച്ചർ നിർവഹിച്ചത്. നമ്മുടെ പ്രതീക്ഷയിലപ്പുറത്ത് കടന്ന് 2 ഘട്ടം നവംബറിൽ പൂർത്തീകരിക്കാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന 2ാം ഘട്ടമടക്കം 1ഉം 2ഉം ഘട്ടം ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 22-ാം തീയതി തിങ്കളാഴ്ച വൈകിട്ട് 5:30-ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഈ പദ്ധതിയുടെ 1ഉം 2ഉം ഘട്ടം നാടിന് സമർപ്പിക്കുകയാണ്. പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ചടങ്ങിൽ മുഖ്യാതിഥിയായിരിക്കും. കളക്ടർ അടക്കം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വെളൂക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നതാണ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BMS ഇരിങ്ങാലക്കുട മുനിസിപ്പൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പദയാത്ര ശ്രീ വിശ്വനാഥപുരം ക്ഷേത്ര പരിസരത്തു നിന്നും BMS ജില്ലാ വൈസ് പ്രസിഡന്റ് KB ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. ജാഥ ക്യാപ്റ്റൻ CB വാസുദേവൻ, വൈസ് ക്യാപ്റ്റൻ CR കൃഷ്ണകുമാർ, MS സുനിൽ, M കൃഷ്ണകുമാർ, MB സുധീഷ്, റോഷിത് KV, നിത്യ, KJ ജിജേഷ്, NV അജയ് ഘോഷ്, AJ രതീഷ്, VV ബിനോയ് എന്നിവർ പ്രസംഗിച്ചു. നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം തടയുക, ക്ഷേമനിധി പെൻഷൻ 6000 രൂപയായി ഉയർത്തുക, നിർമ്മാണ മേഖലയിലെ സ്തംഭനാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പദയാത്ര. വ്യവസായങ്ങളെ സംരക്ഷിക്കുക എന്നിങ്ങനെ
38ഓളം സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഭാരതീയ മസ്ദൂർ സംഘം കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് തലത്തിൽ നടത്തുന്ന ജീവിത ദുരിതം അനുഭവിക്കുന്നു. ജില്ലാ ജോയിന്റ് സെക്രട്ടറിമാരായ ജനദ്രോഹ നടപടിക്കെതിരെ പ്രക്ഷോഭ പരിപാടികൾ നടന്നുബന്ധിച്ച് ഇരിങ്ങാലക്കുട യാത്രയാണ്. നിരവധി സ്ഥലത്ത് വാങ്ങിക്കൊണ്ട് ഇവർക്ക് പുല്ലുവില പോലും കൽപ്പിക്കാത്ത ഞങ്ങൾ യാതൊരു വിലയും ഒരു കിലോ പച്ചക്കറിക്ക് 80 രൂപയാണ്. ഇത്രയധികം വിലവർദ്ധനമുള്ള ഒരു സംസ്ഥാനം ഇന്ത്യയിൽ ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെയാണ് തൊഴിലാളി സമൂഹവും പൊതുസമൂഹവും ഈ ഭരണത്തെ സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് ആരാണ്? ഇവിടുത്തെ പ്രതിപക്ഷമാണ്. പക്ഷേ പ്രതിപക്ഷം ഒരു അഡ്ജസ്റ്റ്മെന്റ് സമരത്തിലൂടെയാണ് ഇവിടെ അടുത്ത ഭരണം പിടിക്കാനുള്ള ഗ്രൂപ്പുകളിൽ മുൻനിർത്തിക്കൊണ്ട് അവർ എങ്ങനെയാണ് അധികാരം പിടിക്കാനുള്ള ശ്രമത്തിലാണ്. പക്ഷെ ഇതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറില്ലാത്ത പല സംഘടനകളും മാറി നിന്നുകൊണ്ട് ഈ പിണറായി സർക്കാരിനെ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഭാരതീയ മസ്ദൂർ സംഘം എന്ന തൊഴിലാളി സംഘടന വളരെ ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി പ്രസ്ഥാനമായി മാറിയ ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോട്, തൊഴിലാളികളോട്, ഈ പൊതുസമൂഹത്തിനോട് ചില ഉത്തരവാദിത്തങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് ഞങ്ങൾ ഇത്തരത്തിലുള്ള തൊഴിലാളി വിരുദ്ധ നയത്തിനെതിരെ പ്രതികരിച്ചു മുന്നോട്ട് പോകുന്നത്. അയൽവാസിയായ സ്ത്രീയെ വെട്ടുകത്തിക്കൊണ്ട് ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ 5 വർഷം തടവിനും 10,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചു. പോട്ട കരിപ്പായ് വീട്ടിൽ 44 വയസ്സുള്ള സതീഷിനെയാണ് ഇരിങ്ങാലക്കുട പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് കോടതി ജഡ്ജ് RK രമ 5 വർഷം തടവിനും 10,000 രൂപ പിഴയടയ്ക്കുന്നതിനും ശിക്ഷിച്ചത്. പോട്ട സ്വദേശി കളപ്പുരയ്ക്കൽ വീട്ടിൽ സരസുവിനെ അതിർത്തി സംബന്ധമായ തർക്കത്തെ തുടർന്ന് 2017 വെട്ടുകത്തികൊണ്ട് വെട്ടി പരിക്കേൽപ്പിച്ചുവെന്നാണ് പ്രോസിക്യൂഷൻ കേസ്. അന്നത്തെ ചാലക്കുടി സബ് ഇൻസ്പെക്ടറായിരുന്ന ജയേഷ് ബാലനും ASI ആയിരുന്ന തമ്പിയും ചേർന്നാണ് കേസ് അന്വേഷിച്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് ജോജി ജോർജ്, അഭിഭാഷകരായ PA ജെയിംസ്, AB ഗോപുരാൻ എന്നിവർ ഹാജരായി. ഈ വർഷത്തെ പള്ളിപ്പുറം ഗോപാലൻ നായരാശാൻ അനുസ്മരണ സമിതിയുടെ പുരസ്കാരത്തിന് കഥകളി ചുട്ടി ആചാര്യൻ കലാനിലയം പരമേശ്വരനാശാൻ അർഹനായി. ഒക്ടോബർ 4 ശനിയാഴ്ച വൈകിട്ട് 4 കൂടൽമാണിക്യം ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ വെച്ച് സംഘടിപ്പിക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. 15,000 രൂപയും ഫലകവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഇരിങ്ങാലക്കുട SN സ്കൂളിന്റെ യുവജനോത്സവം ദേവരാഗം ഐഡിയ സ്റ്റാർ സിംഗർ ഫെയിം സുധീഷ് ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. SN സ്കൂൾ കറസ്പോണ്ടൻസ് മാനേജർ PK ഭരതൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ PTA പ്രസിഡന്റ് AC കുമാരൻ, SN സ്കൂൾ ഹെഡ്മിസ്ട്രസ് അജിത PM, SN TTI പ്രിൻസിപ്പൽ കവിത PV എന്നിവർ ആശംസകൾ നേർന്നു. SN HSS പ്രിൻസിപ്പൽ സിൻല CG സ്വാഗതവും SN LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ഗോൾഡ് MP നന്ദിയും പറഞ്ഞു. ഇങ്ങനത്തെ ഒരു വേദികളിലൊക്കെയാണ് എന്നെ പോലുള്ള കലാകാരന്മാർ, അതായത് നിങ്ങൾക്കും വളരാനുള്ള അവസരങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ ചെയ്യാനോ അല്ലെങ്കിൽ പടം വരയ്ക്കാനോ എന്തെങ്കിലും സ്പോർട്സിലായാലും എന്ത് കാര്യങ്ങൾക്കും ഒറ്റ അവസരം നമ്മുടെ സ്കൂളിൽ തരുന്നത്. അപ്പോൾ ഈ അവസരം നമ്മൾ മാക്സിമം പാഴാക്കണം. കണ്ടോ നാട്ടാരെ, കണ്ടോ എന്നാട്ടാരെ, ഉണ്ണീടം കണ്ടോരുണ്ടോ, കാലമതി കാലേ കൂടെ പോയില്ലേ, തിരികെ വന്നപ്പോൾ കണ്ടില്ലോളെ, കഞ്ഞി കുടിക്കാണ്ട് പഴങ്കഞ്ഞി കുടിക്കാണ്ട്
പ്രധാന വാർത്തകൾ വീണ്ടും. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയോട് തർക്കിച്ച പൊർത്തുശ്ശേരി സ്വദേശിയായ വയോധികയ്ക്ക് കരുവന്നൂർ ബാങ്കിൽ നിന്നും പണം ലഭിച്ചു. കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ മാപ്രാണം ശാഖയിലേക്ക് BJP പൊർത്തുശ്ശേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. മുരിയാടിന്റെ സ്വപ്ന പദ്ധതി പൊതുമ്പ് ചിറയോരം യാഥാർത്ഥ്യത്തിലേക്ക്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.